ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അത് പോകാനും പിന്നെ എന്തായാലും പുറത്തേക്ക് പോകില്ല, അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് എടുക്കേണ്ടതാണ്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറ്, നൈറ്റ് മാത്രം. അപ്പോൾ അതും കഴിച്ച് വരാൻ വിചാരിച്ചു. പിന്നെ വേസ്റ്റുകൾ എന്താ, വീട്ടിലത്തെ എല്ലാ വേസ്റ്റും ഇതുപോലെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഇടണം. വീട്ടിൽ കത്തിക്കാനൊന്നും പാടില്ല. അങ്ങനെ പിന്നെ എന്താ, ചേട്ടൻ്റെ ഫോണിൽ ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് ശരിയാവണില്ല. അപ്പോൾ അങ്ങനെ കടയിൽ പോയിട്ടൊന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോയി ചെയ്തതാണ്. ശരിയായി തോന്നണോ അറിയില്ല. ഈ ഭാഗത്തൊക്കെ കുറേ സ്ഥലത്ത് ഇപ്പോഴും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ് കേട്ടോ. അതൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് പഴയ വീടുകൾ, ഇതും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമല്ലോ ലാസ്റ്റത്തെ ഒരെണ്ണം ഈ ഒരു കട്ടയിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫലൂഡ വാങ്ങിച്ചു തരണമെന്ന്. അപ്പോൾ പിന്നെ ആദ്യം ഫലൂഡ വാങ്ങിയിട്ട് പിന്നെ ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരു മാസത്തെ സാധനങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യുന്നത്, ഇത് 2 വട്ടം ചെയ്യും. അതിൽ ആദ്യം പർച്ചേസ് ചെയ്യുന്നത് വലിയ ലുലു എന്നാണ്. ഇവിടെ 2 ലുലു ഉണ്ട്. ഒന്ന് അറാക്കി ലുലു, പിന്നെ ഒന്ന് ഭവതി മാളിലത്തെ ലുലു. അങ്ങനെ 2 ലുലു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അറാക്കി ലുലുവിലേക്ക് പോകാറ് എല്ലാ പ്രാവശ്യം. 2ാമത്തെ ട്രിപ്പ് പോകുമ്പോഴാണ് ഭവതി മാളിൻ്റെ അടുത്ത് ലുലു പോകാറ്. ഇത് പിന്നെ പോണ വഴിക്ക് കണ്ടതാട്ടോ ഒരു ട്രെയിലർ, മറ്റേ തീവണ്ടിയുടെ ഒരു ബോഗിയില്ലേ അതിൻ്റെ നീട്ടുണ്ട്. എന്തൊരു വലുതാ, എൻ്റെ കണ്ണ് തള്ളിയത് കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോൾ ഫലൂഡ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഫലൂഡ വാങ്ങിയിട്ട് നേരെ വിട്ടു. ആദ്യം ഫലൂഡ വാങ്ങാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറേ ഉണ്ട് ഇങ്ങനത്തെ കടകൾ. അപ്പോൾ അവിടേക്ക് തന്നെ പോകാൻ വിചാരിച്ചു. ഇതെൻ്റെ അവിടുത്തെ ആസ്റ്റർ ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്തല്ല, എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ ആസ്റ്ററാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്ക ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്, റാമിസ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ വേറൊരു ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. പക്ഷേ ഞങ്ങൾ ആദ്യം ഗ്രാൻഡിലേക്കാണ് പോവാറ്. ഗ്രാൻഡിലേക്കല്ല, അറാക്കിയിലത്തെ ലുലുവിലേക്കാണ് പോവാറ്. അങ്ങനെ പിന്നെ ചേട്ടാ അത് ഓർഡർ കൊടുത്തു, സാധനം കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ വണ്ടി വേഗം എടുക്കാൻ പറഞ്ഞു, കാരണം നല്ല തിരക്കുണ്ട് ആ ഒരു ഭാഗത്ത്. അപ്പോൾ വണ്ടി വേഗം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വിട്ടു. അപ്പോൾ പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ പോണ വഴിക്ക് അത് അവിടെ എത്തുമ്പോഴത്തേക്കും കഴിച്ച് അവസാനിപ്പിച്ചു. അങ്ങനെ പിന്നെ പോണ വഴിയിൽ ചേട്ടാ ഒരു കഥ പറയായിരുന്നു. റോഡിൻ്റെ സൈഡിൽ വീടുകളുണ്ട്, ഒരു ശല്യവും ഇല്ല, നല്ല സുഖമായിട്ട് താമസിക്കാം. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ അടുത്ത് പോലെ അങ്ങനെ ഹോൺ അടിക്കലൊന്നുമില്ല റോട്ടിൽ. വല്ലപ്പോഴൊക്കെ ഒരു ഹോൺ അടിച്ചിങ്ങായി. അങ്ങനെ അത് ശല്യമൊന്നുമില്ല മെയിൻ റോട്ടിൽ താമസിക്കുകയാണെങ്കിൽ. ഇതോടത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് കേട്ടോ, എന്താണെന്നറിയില്ല. എല്ലായിടത്തും കൊടി കാണുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞത് ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ പെട്രോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറി. അത് കഴിഞ്ഞിട്ട് സൈഡിലുണ്ട് 2-3 ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ വലിയൊരു മല. വലിയെന്ന് പറഞ്ഞാൽ വലിയ മല, നീണ്ടത് വെറുതെ കിടക്കേണ്ടത്. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ലുലു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ലുലുവിലേക്ക് എത്തി, വേഗം വണ്ടി പാർക്ക് ചെയ്തു. തിരക്കെന്ന് പറയുകയാണെങ്കിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബില്ലടിക്കാൻ പോകണ നേരമ്പോഴത്തേക്കും നമുക്ക് ഒഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കാറോടെ പാർക്ക് ചെയ്തിട്ട് വേഗം കയറി. ആദ്യം ഞങ്ങൾ കണ്ണൂർ കേക്കിൻ്റെ അവിടേക്കാണ് കേട്ടോ. അവിടെ കേക്ക് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് വെക്കണ ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് 2-3 കേക്ക് ചേട്ടൻ എടുത്തു. അതിൽ നിന്ന് ഏതൊക്കെയോ നല്ലത് നോക്കിയിട്ട് തന്നെ എടുത്തു. ക്യാരറ്റിൻ്റെ എന്താണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതെടുത്ത് കയ്യിൽ വെച്ചു. പിന്നെ അവിടെ തണവ് ആണല്ലോ, അപ്പോൾ ജാക്കറ്റുകളൊക്കെ നിരത്തിയിട്ടുണ്ട് ലുലു ഫാഷനിൽ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ലുലു ഫാഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയൊരു കട തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ ഒരു വട്ടം കണ്ട് കഴിച്ചിട്ടുള്ളത്, അപ്പോൾ കഴിക്കാനൊരു പൂതി. അപ്പോൾ അതിനടുത്ത് നോക്കിയതാണ്, വാങ്ങുന്നില്ല. പിന്നെ ഇവിടെ പുഴുങ്ങി വെച്ച മുട്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്.
2 പീസിന് 290 പൈസ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ചീസൺ കേട്ടോ. ഓരോ രാജ്യത്തെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചീസിൻ്റെ മുകളിൽ മറ്റേ ഒലിവും, പിന്നെ ഇതൊക്കെ ഒലിവാണ് കേട്ടോ ഈ സലാഡിലൊക്കെ കിടക്കണത്. അങ്ങനെയൊക്കെയുണ്ട് മാങ്ങുപ്പിലിട്ടത്. ഞാൻ ചേട്ടനോട് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ചേട്ടൻ വയറിളക്കം വരും, ചേട്ടനൊരു പേടി. പിന്നെ കല്യാണത്തിലെ വരണ എൻ്റെ അപ്പം പിന്നെ വാങ്ങിയില്ല, നാട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കണു. ഇത് എന്തിൻ്റെ ഒരു കാലാണ്, പോത്തിൻ്റെ ആണോ ഒട്ടകത്തിലാണോ ഒന്നും അറിയില്ല കേട്ടോ, എന്തിൻ്റെ ഒന്ന് കാലാണ്. ഇതൊക്കെ ചിക്കൻ ഇങ്ങനെ മസാല പറ്റി വെച്ചിരിക്കുന്നത്, ഇറച്ചികളൊക്കെ മസാല പറ്റി വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടാണ്. ഇതിപ്പോൾ ഇപ്പോഴും കാണുന്ന പോലെയല്ല, കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. വലുതും ചെറുതായിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇതെന്തോ ഒരു കക്കല്ല, വേറെന്തോ ആണിത്, ഒരു ഷെല്ല്. എന്താ കാണാൻ ഉള്ളിലൊരു വൃത്തിയില്ല, എനിക്കെന്തോ കണ്ടിട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, സാൽമൺ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന പേരുകളുണ്ട് കേട്ടോ. പിന്നെ ഞണ്ട്, പിന്നെ കൂന്തൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയ മീനുകളാണ്. പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി ഇരിക്കുന്നുണ്ട് അവിടെ, ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ അവസാനം. എന്താണെന്ന് മനസ്സിലായില്ല, ഇത് കൂന്തളാണ്. ഇതിൻ്റെ വലുതാന്ന് തോന്നണു, ഇത് എന്താണാവോ. അങ്ങനെ പിന്നെ ജീവനുള്ള മീനുകളും എല്ലാം ഉണ്ട് ഇവിടെ. അതിഷ്ടമെങ്കിൽ കണ്ട അത് നമുക്ക് മുറിച്ച് തരും. പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു ശാഖരയാണ് ഇവിടെ, പല തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ വേറെ. അത് കഴിഞ്ഞിട്ട് നല്ല തിരക്കാണല്ലോ, അപ്പോൾ ഞങ്ങൾ ബില്ലടിക്കാൻ പോയി വേഗം എല്ലാം പറക്കിയിട്ടിട്ട്. അപ്പോൾ 2 മഞ്ഞൾ നിൽക്കുന്നുണ്ട് അവിടെ. ആദ്യം ബില്ലടിക്കണം, രണ്ടാമത് ബില്ലടിക്കണം, എനിക്ക് കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് വർത്താനം പറയുന്നുണ്ട് സൗഹൃദത്തിലിട്ടാ. പിന്നെ ചേട്ടൻ പോസ്റ്റ് അടിച്ച് നിൽക്കണം ബില്ലടിക്കാൻ പറ്റാത്ത ഒരു ഇതിൽ. പിന്നെ അവിടെ നിന്ന് വേഗം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ നിൽക്കണം. പോണ വഴിക്കിന് ഇവിടെ ലേറ്റും കാറുകളൊക്കെ എടുക്കുന്നുണ്ട്, ഭയങ്കര ബഹളവും. നോക്കുമ്പോൾ ചേട്ടൻ പറയേ കല്യാണം വീടാൻ തോന്നുന്നുണ്ട്, ഇവിടെ കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബഹളം സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് കാറൊക്കെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ. അങ്ങനെ പിന്നെ ഈ പോണ വഴിയിൽ 2-3 വീട്ടിന് മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് കിണർ, അതുപോലെ ജഗ്ഗും കപ്പും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ നാട്ടുകാരുടെ ഒരു ഹൈലൈറ്റ് കേട്ടോ, മധുരകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ കുറേ പള്ളികളുണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ കാണുന്നത്, ഈ കട കാണുന്നത് മുഴുവൻ, ഈ ഏറ്റവും മുതൽ അറ്റം വരെ കാണുന്നത് മുഴുവൻ ഈ പർദ്ദയുടെ കടകളാട്ടോ. ഇതൊക്കെ പർദ്ദക്കടകളാണ്, കുറേ ഒരു ഏരിയ മുഴുവൻ. ഇവിടെ അങ്ങനെയാണ്, ഒരു സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്ത്. ഇപ്പോൾ കാറിൻ്റെ ഷോറൂം ആണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്ത്. എന്തായാലും ഗിഫ്റ്റ് മാർക്കറ്റാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാൻ വരാറൊക്കെ ഉണ്ട്. ആദ്യം വണ്ടി അവിടെ കൊണ്ടിട്ടു, പിന്നെ കയറിയൊന്നുമില്ല, വേഗം തിരിച്ച് പോയി, കാരണം 10 മണിയായി, വേഗം അടയ്ക്കും. ഈ കാണുന്നതൊക്കെ സ്ട്രീറ്റ് ഫുഡ് വയ്ക്കുന്ന കടകളാണ് കേട്ടോ, ഈ വണ്ടികളിലൊക്കെ കാണുന്നതൊക്കെ. പിന്നെ ഈ പള്ളിയുടെ മുമ്പിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് വർത്തമാനം പറയാനൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റ്, അപ്പോൾ അവിടേക്ക് കയറിയിട്ട് വേഗം ഫുഡ് ഓർഡർ കൊടുത്തു. പിന്നെ ഞാനവിടെ ഇരുന്ന് പോസ്റ്റായിരുന്നു. ചേട്ടനവിടെ അപ്പോഴത്തേക്കും ജിതിൻ ചേട്ടൻ വിളിച്ചിട്ട് ഫോണിലായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ചേട്ടൻ ഭയങ്കരമായിട്ട് എന്തോ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ട പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തിന് ആ ചേട്ടൻ വന്നത് ഫുഡും കൊണ്ട്. അപ്പോൾ പിന്നെ വേഗം ക്യാമറ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ പോയിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം കഴിച്ചൊന്നുമില്ല, ഒക്കെ ബാക്കി കഴിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പാഴ്സൽ പറഞ്ഞു, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബാക്കി കഴിച്ചേ. അപ്പോൾ ഞാൻ ചേട്ടൻ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ ക്യാമറ സൈഡിൽ വെച്ചിട്ട് എടുക്കണം കേട്ടോ. ചേട്ടനോട് നോക്കണ്ടെന്ന് പറഞ്ഞാൽ കണ്ണങ്ങോട്ട് കൊണ്ട് മൂപ്പരാളുടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ ആ ഫലൂഡ കഴിച്ച കാരണം എനിക്ക് വല്ലാണ്ട് വിശപ്പുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഞാൻ ഈ പൊറോട്ട പിച്ചി ഇടണം, അതിന് ഞാൻ ചേട്ടനെ മാത്രം എടുത്തത്. എനിക്കിത് ഒരു കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, എനിക്കറിയില്ല ഒന്നാമത് ഒരു കൈ കൊണ്ട് വലിച്ചാൽ കിട്ടില്ല.
അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനെല്ലാം വലിച്ചു വാരിയിടായിരുന്നു പൊറോട്ട കഷ്ണം കഷ്ണാക്കിയിട്ട്. അങ്ങനെ പിന്നെ ക്യാമറേൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വെച്ചത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് സ്വസ്ഥമായിരുന്നു കഴിക്കായിരുന്നു. ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നു ബാക്കി എന്തെങ്കിലും പറയുകയാണെങ്കിൽ എടുത്ത് വെച്ചോ, നമുക്ക് പൂച്ചക്കുട്ടിക്ക് കൊടുക്കാമെന്ന്. നമുക്കിവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ അതിന് കൊടുക്കാമെന്നൊക്കെ പറയണം. അപ്പോൾ ചേട്ടൻ പറയുക വെറുതെ ഉണ്ടാക്കി നാണം കടം വയ്യ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. വേണം അതൊക്കെ ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. ഞാൻ എന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, ബാക്കിയുള്ളതൊക്കെ പാഴ്സലാക്കി. ചേട്ടന് മതിയായി തുടങ്ങി കഴിച്ച്. ഞാനുള്ളത് വേണ്ടിയുള്ളത് കൊണ്ട് ചേട്ടന് പറക്കിയിട്ട് കൊടുത്തു. ഇനിയുള്ളതൊക്കെ ബാക്കി പാഴ്സലാക്കാനുള്ളതാട്ടാ. പൊറോട്ടയും ബീഫും അവിടെ ഒരു സോസ് ഇരിക്കുന്നുണ്ട്, ആ പൊറോട്ടയുടെ തൊട്ടപ്പുറത്ത്. എൻ്റെ അമ്മോ എന്തൊരു രൂപ. അങ്ങനെ പിന്നെ വേഗം വീട്ടിലേക്ക് പോയി ബില്ലൊക്കെ അടച്ചിട്ട്. ഈ പോണ വഴിയിൽ മുഴുവൻ ഇങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് വെട്ടും. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാന്ന് തോന്നണോ അറിയില്ല. ഇത് പിന്നെ പോണ വഴിയുള്ള വീടുകളൊക്കെയാണ് കേട്ടോ, വലിയ വലിയ വീടുകളൊക്കെ. ഈന്തപ്പനയും ഒക്കെ ഉണ്ട് വീടിൻ്റെ മുമ്പിൽ. ഒരു എല്ലാ വീടിനും അത് ഗേറ്റിന് നല്ല പ്രാധാന്യം കൊടുക്കും തോന്നുന്നു. എല്ലാ വീടിൻ്റെ ഗേറ്റും അത് ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ പോണ വഴിയിൽ റോഡ് സൈഡിൽ കണ്ടതായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലം ഒരുപാട് ഇരുന്നുണ്ട്. പിന്നെ നേരായിട്ട് ഇരുന്നില്ല, വേഗം വീട്ടിൽ പോയി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.